ഡോക്ടർ പി കെ ഗോപൻ, ഒരുപക്ഷെ ഈ പറഞ്ഞ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നുള്ളത് അങ്ങ് പറഞ്ഞതിന് ഞാനും അടിവരയിടുന്നു. അതേസമയം അതിന് മുകളിലേക്ക് ഒരു കൂട്ടം പ്രചാരണ യന്ത്രങ്ങളും മാധ്യമങ്ങളും കനകോലു എന്നൊക്കെ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ അന്വേഷിക്കുന്ന വിശകലന വക്താക്കളുമൊക്കെ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് പുതിയ പുതിയ കാര്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് മുന്നിലെടുത്തു വെക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ എടുത്തു വെക്കുക? ഡോക്ടർ ലാൽ, അതിൻ്റെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും തിരിച്ചറിയുന്നൊരു വസ്തുതയുണ്ട്. കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ പ്രമുഖമായ 2 പത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം പത്രങ്ങൾ, കേരളത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും എത്തുന്ന 2 പത്രങ്ങളും അതുകൂടാതുള്ള അനുബന്ധ പത്രങ്ങളും, കേരളത്തിലെ മിക്കവാറും എല്ലാ ടെലിവിഷൻ ചാനലുകളും അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ. ഏറ്റവും നെഗറ്റീവായ വാർത്തകൾ കൊണ്ട് അവർ സമ്പന്നമാക്കുകയാണ്. ഇത് ചില ഘട്ടങ്ങളിലെങ്കിലും സത്യം പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് പതർച്ചയുണ്ടാക്കുന്ന ഒരു എതിർ പ്രചരണ രീതിയാണ്. പക്ഷേ ആധുനിക സാങ്കേതികവിദ്യ വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരാൾക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടതല്ല, അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ നടത്തുന്ന, കേരളത്തിലെ ഇടതുപക്ഷം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടിയാണ്. അപ്പുറത്ത് ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്ത് BJP അധികാരത്തിലേറ്റാൻ അവർ ഒരു കമ്പനിക്ക് കൊട്ടേഷൻ നൽകി, പരസ്യ കമ്പനി പോലൊരു കമ്പനിക്ക് കൊട്ടേഷൻ നൽകി ഒരു ഉൽപ്പന്നം വിറ്റഴിക്കാൻ. ആ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരത്തേക്കാൾ അപ്പുറത്ത് കയറി അതിൻ്റെ പരസ്യ പ്രചാരണങ്ങൾ. ഉദാഹരണത്തിന് ഒരു സോപ്പ് വിറ്റഴിക്കാൻ ആ സോപ്പ് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ഫിലിം സ്റ്റാറിനെ ഉപയോഗിച്ച് അവരുടെ മേനി അഴകി ഈ സോപ്പിൻ്റെ ഗുണം കൊണ്ടാണെന്ന് വരുത്തി തീർക്കുന്നത് പോലെ കനകോലു എന്ന ആളിനെ ഉപയോഗിച്ചിട്ടാണ് BJP തെരഞ്ഞെടുപ്പ് വിജയം കൊയ്തത്. പക്ഷേ BJP അതിന് കൊടുത്ത പണത്തിൻ്റെ ഇരട്ടി കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായപ്പോൾ BJP ആയിട്ട് ഒഴിഞ്ഞു മാറി അടുത്ത കമ്പനി എക്സിക്യൂട്ടീവായിട്ട്, അടുത്ത അഡ്വർടൈസിങ് മാനേജരായിട്ട് കനകോലു കേരളത്തിൽ വന്ന് ചാർജ് എടുക്കുകയാണ്. ഇവിടെ അവർ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റ് സ്റ്റേറ്റുകളിലെ ജനങ്ങളെ പറ്റിച്ചതുപോലെ കേരളത്തിലെ ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. വികസനത്തെ മറയ്ക്കാൻ വേണ്ടി കനകോലു ഇവർക്ക് ഉപദേശിച്ചു കൊടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഇടതുപക്ഷം ഉൾപ്പെടെ കേരളത്തിലെ ആളുകൾ തിരിച്ചറിയേണ്ടുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് കേരളത്തിൽ പാർലമെൻറ്റ് ഇലക്ഷന് UDFന് മേൽക്കൈ വരാൻ കാരണം മൈനോറിറ്റി വോട്ടാണ്. ആ മൈനോറിറ്റി പാർലമെൻറ്റിന് ചെയ്യാൻ കാരണം RSSൻ്റെ അധീനതയിലുള്ള ഗവൺമെൻറ് വരാതിരിക്കാനാണ് രാജ്യത്ത്. ആ മൈനോറിറ്റിയുടെ വോട്ട് നിലനിർത്തണമെങ്കിൽ ദേശീയ രാഷ്ട്രീയം പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് രാഹുൽ ഗാന്ധി ഉപയോഗിച്ച തന്ത്രം അദ്ദേഹത്തെ പോലൊരാൾ ഒരിക്കലും ഉപയോഗിച്ചുകൂടാ. ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമാണ് ഇടതുപക്ഷം. ആ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായ ഇടതുപക്ഷത്തെ BJPയുമായിട്ട് കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം ഇവിടെ വന്ന് നടത്തിയ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സണ്ണി ജേക്കബിനെയെങ്കിലും KPCC പ്രസിഡൻറ്റ് സണ്ണി വക്കീലിനെയെങ്കിലും അദ്ദേഹം നോക്കണമായിരുന്നു. കാരണം സണ്ണി വക്കീലിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം എടുത്ത നിലപാട് ശ്രീ AK ആന്റണിയുടെ വീട്ടിൽ നിന്നും ശ്രീ കരുണാകരൻ്റെ വീട്ടിൽ നിന്നും മാത്രം ആളിനെ വിട്ടാൽ പോരാ, എൻ്റെ വീട്ടിൽ നിന്ന് ആൾ പോയ ഒക്കത്തില്ലേ എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനെയും പറഞ്ഞ് BJPയിലേക്ക് വിട്ടിട്ടാണ് BJPക്കെതിരായിട്ട് ഇന്ത്യ രാജ്യത്ത് പ്രത്യയശാസ്ത്രപരമായും പ്രയോഗതലത്തിലും ഏറ്റവും വലിയ സമീപനം സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും കൂട്ടിച്ചേർത്ത് പറയാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ച കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമീപനവും കനകോലുവിൻ്റെ തിയറി ഉണ്ടല്ലോ, അവരെടുത്ത് പ്രയോഗിക്കുന്നത് അങ്ങനെയാണിപ്പോൾ. മൈനോറിറ്റിയെ കോൺഗ്രസിൻ്റെ കൂടെ നിർത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമമാണ്. വികസനം എത്ര നടത്തിയാലും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ മറ്റേത് മതിയാകും എന്നൊരു പ്രശ്നമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കിത് തിരിച്ചറിയാൻ പറ്റാതിരിക്കുമോ? ജമായത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നത് എത്ര മുസ്ലിം സംഘടനകൾ കേരളത്തിൽ ജമായത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നു? കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ല സഹയാത്രികളിൽ ഒരാളാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള കാരശ്ശേരി മാഷ്. ആ കാരശ്ശേരി മാഷ് ജമായത്തെ ഇസ്ലാമിയെ കോൺഗ്രസിനോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ ജമായത്തെ ഇസ്ലാമിയുടെ കൂട്ടുപിടുത്തത്തെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസ്സിന് ഇത് മനസ്സിലാവുമെങ്കിൽ, നിങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയാണ് ഈ കളി കളിക്കുന്നതെങ്കിൽ ഇത് അപകടകരമായൊരു കളിയാണ്. അതുകൊണ്ട് വികസനം അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പരിശ്രമമെല്ലാം നടത്തുന്നത്. അത് മറയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടി അതിൽ കൂട്ടിച്ചേർക്കാം. എങ്ങനെയാണിത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണമുണ്ട്, സിദ്ധാന്തമില്ലാത്ത പ്രയോഗം അന്ധമാണ്, പ്രയോഗമില്ലാത്ത സിദ്ധാന്തം വന്ധ്യമാണ്. അതുപോലെ
കേരളത്തിലെ വികസനത്തെ സംബന്ധിച്ച് അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് മുതൽ നവകേരള സദസ്സ് വരെ കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ പരിച്ഛേദമായ അതിൻ്റെ പ്രതിനിധികളെ വരെ വിളിച്ച് ഒരു ക്യാബിനറ്റോ ഒരു അസംബ്ലിയോ അല്ല, ഒരു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോ പാർട്ടി CCയോ അല്ല, അതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ചയിലൂടെ വയ്ക്കുന്ന ഒരു ദർശനം, ആ ദർശനം പ്രയോഗതലത്തിലാക്കാൻ വേണ്ടി പണം ഒരു പ്രശ്നമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ അപകടകരമായ നീക്കം ഞങ്ങൾ ചെറുക്കും, പണം ഒരു പ്രശ്നമല്ല, ഞങ്ങളത് കണ്ടെത്തും എന്ന നിശ്ചയദാർഢ്യം. ആ നിശ്ചയദാർഢ്യത്തിൻ്റെ ഉൽപ്പന്നമാണ് 8 കിലോമീറ്റർ തുരങ്കപാത. ആ നിശ്ചയദാർഢ്യത്തിൻ്റെ ഉൽപ്പന്നമാണ് കേരളം ജന്മം കൊടുത്ത ഒരാളായ മമ്മൂട്ടിയുടെ മഹനീയ സാന്നിധ്യം കൊണ്ടും ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയം ചേർത്ത് വെച്ചും ഇന്ന് 1 കിലോമീറ്റർ നീളമുള്ള ഒരു പാലം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കേവലം ഒരു പാലമല്ല, പഴയ കാലവും പുതിയ കാലവും തമ്മിൽ ചേർക്കുന്ന ആധുനികതയിലേക്കുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ കേരളത്തിൻ്റെ പരിച്ഛേദം കൂടിയായി ആ പാലം മാറിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ആ പാലത്തിനടിയിൽ കൂടെ ജലത്തിന് മുകളിൽ ഒരു ഒഴിഞ്ഞ കുപ്പി ഒഴുകിപ്പോകുന്നത് പോലെ അത് അറബിക്കടലിൽ പതിക്കുക മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാം. ശരി.